ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കും തന്നെ തിരികെ പോകാം. ഇപ്പോൾ സാരംഗ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, രണ്ടാം ദിനത്തിലെ ചോദ്യം ചെയ്യലും ദേവസ്വം ആസ്ഥാനത്ത് പൂർത്തിയായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പതിവിലും വളരെ ദുഃഖിതനായി, വളരെ ദുർബലമായ ശരീരഭാഷയിലാണ് പുറത്തേക്കെത്തിയത്. എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞത്? അദ്ദേഹം എന്തൊക്കെ മറുപടിയാണ് പറഞ്ഞത്? മറുപടി പറഞ്ഞോ? അജിംഷാദ് രണ്ടാം ദിവസവും ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. ഏതാണ്ട് രാവിലെ 9 മണി മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴാണ് കഴിഞ്ഞത്. അതായത് 4 മണിക്കൂറോളം, ഇന്നും 4 മണിക്കൂറോളം ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. പ്രധാനമായും ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ വ്യക്തമായ മറുപടി നൽകിയില്ല. തനിക്ക് പോകണം, അതുപോലെ തന്നെ തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ വിലങ്ങ് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി മറയാനുള്ള ധൃതിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സത്യാവസ്ഥ തെളിയട്ടെ എന്നും അതുപോലെ തന്നെ ആരും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, അതായത് ഈ വിജിലൻസ് തിരക്കിയ കാര്യങ്ങളെ ചോദിച്ച്, അതായത് സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് ക്രമക്കേടുകൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ വിജിലൻസ് ചോദിച്ചത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് വ്യക്തമാക്കാനുള്ളത്? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി അല്ല അത്, ഇതിപ്പോ പത്മകുമാർ പറഞ്ഞു, അതായത് ചെമ്പ് പാളി തന്നെയാണ്, അതിൽ സ്വർണം പൂശിയതാണ്. ആ സ്വർണം ഒരുപക്ഷെ വേർതിരിച്ച് സാധാരണ സ്വർണം പോലെ എടുക്കാനാകില്ല. ഇപ്പോൾ ഒരു സ്വർണ്ണമാലയെ മാത്രമേ നാം സ്വർണ്ണമാല എന്ന് പറയൂ. സ്വർണം പൂശിയ മാലയെ ഇമിറ്റേഷൻ മാല എന്നേ പറയുകയുള്ളൂ, അതിനെ സ്വർണ്ണമാല എന്ന് വിളിക്കില്ല. എന്ന് പറയുന്നത് പോലെ ഇത് ചെമ്പ് പാളികളാണ്. ചെമ്പ് പാളികൾക്ക് മുകളിൽ സ്വർണം പൂശിയതാണ്, അതാണ് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായും സാങ്കേതിക അർത്ഥത്തിലും കൃത്യതയിലും അത് ചെമ്പ് പാളികളാണ്, സ്വർണം പൂശിയിട്ടുണ്ട്. പക്ഷേ അതല്ല അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് എന്നതാണ് യഥാർത്ഥത്തിൽ വിവാദം. ഇപ്പോൾ പത്മകുമാർ അതേ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ പീഠത്തിൻ്റെ കാര്യത്തിൽ തന്നെ കയ്യോടെ കള്ളം പിടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി. അത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ക്രെഡിബിളായി നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാനോ എടുക്കാനോ ആകില്ല. എന്നിരിക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ് തന്നെ പ്രതിയാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല എന്നതടക്കമുള്ള ചില സൂചനകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്? അദ്ദേഹം എന്തിൽ നിന്നൊക്കെയാണ് ഒഴിഞ്ഞു മാറി പോയത്? സാരംഗ്, കൃത്യതയിലേക്ക് എത്തിയാൽ. അജിംഷാദ് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെമ്പ് തകിട്, അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത് സ്വർണം പൂശിയ ചെമ്പ് തകിടാണ്. ഇതെങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലെത്തിയപ്പോൾ അത് വെറും തകിടായി എന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായും മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ ചോദിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറാകുന്നില്ല. മറ്റു കാര്യങ്ങൾ പിന്നീട് നടക്കട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങളുടെ സത്യാവസ്ഥ തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ധൃതിയിൽ തൻ്റെ വാഹനത്തിൽ കയറി പോകുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തു തന്നെയാലും ഇന്ന് പ്രധാനമായും നടന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള വിശദമായ ചോദ്യം ചെയ്യലായാണ് നടന്നിട്ടുള്ളത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ രീതിയിൽ സ്വത്ത് സമ്പാദിച്ചിരുന്നു എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ദേവസ്വം വിജിലൻസിന് കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ രേഖകളും തെളിവുകളും വിജിലൻസിന് മുൻപേ തന്നെ ലഭിച്ചിരുന്നു. അത്തരത്തിൽ വലിയൊരു പണസമ്പാദനം നടത്തുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരുമാന മാർഗം എവിടെ നിന്നാണ്, അയാൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എന്താണ്, അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അയാളുടെ വരുമാനം അയാൾ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? ഈ മറ്റ് ഭൂമി ഇടപാടുകൾ, തലസ്ഥാനത്തടക്കം 30 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വട്ടിപ്പലിശകളിലൂടെയും ഇത്തരത്തിൽ ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതിനുള്ള തുകകൾ എവിടെ നിന്നാണ് ലഭിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലെയും ഇയാൾ ആശ്രയിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ ഇന്ന് ചോദ്യം ചെയ്യൽ നടന്നിട്ടുള്ളത്. എന്നാൽ ഈ കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറാകുന്നില്ല. ഈ സ്വർണ്ണപ്പാളി, അതായത് സ്വർണം പൂശിയിട്ടുള്ള സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പ് തകിടായി? വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നത് തനിക്ക് ലഭിച്ചത് ചെമ്പ് തകിടാണെന്നാണ്. എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ കൃത്യമായ നിലപാടുണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ആ കാര്യത്തിൽ കൃത്യത വരുത്തിയിട്ടുണ്ട്. അതായത് ഇത് സ്വർണം പൂശിയിരുന്ന ചെമ്പ് തകിടായിരുന്നു. അത് കാലപ്പഴക്കം വന്നതിനെ തുടർന്ന് ഇത്തരത്തിൽ വീണ്ടും റീപ്ലെയിനിങ് നടത്താൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു 39 ദിവസത്തിനിടയിൽ ഇതെങ്ങനെ ഒരു വെറും ചെമ്പ് തകിടായി മാറി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ വ്യക്തമായ ഉത്തരം പറയേണ്ടത്. എന്ത് തന്നെയാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ്. എന്നാൽ അതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള വിവരണത്തിനോ അല്ലെങ്കിൽ വ്യക്തത വരുത്താനോ ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നിട്ടില്ല. മറിച്ച് ധൃതിപ്പെട്ട് തൻ്റെ വാഹനത്തിൽ കയറി പോവുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പോലും
പോലും വ്യക്തമായ മറുപടി നൽകാൻ ഉണ്ണികൃഷ്ണൻ തീർച്ചയായും ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയാൽ ഈ ഇപ്പോൾ ദേവസ്വം ബോർഡ് വിജിലൻസ് ആണ് ഇയാളുടെ കള്ളത്തരങ്ങൾ തുടക്കം മുതൽ കണ്ടുപിടിക്കുന്നതും അതിലേക്ക് തെളിവുകൾ എത്തിക്കുന്നതും ഇതിൻ്റെ സത്യാവസ്ഥയുടെ വാതായനങ്ങൾ തുറക്കുന്നതും ഒരുപക്ഷെ പൂർണ്ണമായില്ലെങ്കിൽ പോലും അത് അന്വേഷണത്തിലേ പൂർണ്ണമാകുകയുള്ളൂ. അതിൻ്റെ വാതായനങ്ങൾ തുറക്കുന്നതുമൊക്കെ കൃത്യമായ ചോദ്യം ചെയ്യലും ഒക്കെ. പക്ഷേ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ വാദങ്ങളിലെ പിഴവുകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നീക്കം. 2, ഉണ്ണികൃഷ്ണൻ പോറ്റി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചത്, പലിശയ്ക്ക് കൊടുത്തത്, ഭൂമി വാങ്ങിയത് അടക്കമുള്ള കാര്യങ്ങൾ. ഇവയൊക്കെ ഒരു പക്ഷേ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ വ്യക്തത വരുത്താൻ തേടിയേക്കാം ദേവസ്വം വിജിലൻസിൻ്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അനൗദ്യോഗികമായി അറിയുന്ന വിവരങ്ങൾ കൂടി ഒന്ന് ക്രോഡീകരിച്ചാൽ സാരംഗ്. തീർച്ചയായും ഇന്ന് പ്രധാനമായും ഈ വിജിലൻസ് തേടിയിട്ടുള്ളത് ഒന്ന് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള മൊഴികളിലെ പരസ്പര വൈരുദ്ധ്യം. അതുകൊണ്ട് തന്നെയാണ് അതായത് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളുന്ന, തനിക്ക് ഇതിൽ പങ്കില്ല, അതുപോലെ തന്നെ തൻ്റെ സഹായിയായിട്ടുള്ള വാസുദേവൻ എന്ന ആളുടെ പക്കൽ നിന്നാണ് ഈ ചെമ്പുതകിട് കാണാതായിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, ഞാൻ തിരിച്ചെത്താം. ഇതിൻ്റെ സമഗ്രമായ വിവരങ്ങളാണ് സാരംഗ് നൽകിയത്.